നമസ്കാരം. ഷെനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഒരു ദിവസം ഞാൻ 2 കേക്കും കാണിക്കുന്നില്ല, 2 എപ്പിസോഡായിട്ടാണ്. ഒന്ന് ഞാൻ ബദാം വിത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേക്കും, രണ്ടാമത്തെ പിസ്ത കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവൾ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി നല്ല വൈറ്റ് ഫ്രോക്കൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കേക്കാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ സമയത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോലെ എന്നാൽ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഓവന് പകരം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓവൻ സെറ്റപ്പാണ്. ഒരു വലിയ അലൂമിനിയം പാത്രമാണ്. അതിൻ്റെ അടിയിൽ ഞാനൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യണം. പിന്നെ ഇതാ ഒരു പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡാണ്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കറക്റ്റ് അളവാണ് വേണ്ടത്, വടിച്ചെടുക്കണം ടീസ്പൂണിന്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ ഒരു പിഞ്ച് ഉപ്പാണ്. ഇത് നന്നായിട്ടൊരു 3 തവണ ഈ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഈ അളവിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ 3 മുട്ടയും 1 കപ്പ് മൈദയിലേക്കും 3/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് അടിച്ച് നല്ല പതപ്പിച്ചെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരണം അടിച്ചിട്ട് പഞ്ചസാര ഇട്ട് മുട്ടയിൽ. ഇത് 3/4 കപ്പ് പഞ്ചസാര ഇപ്പോൾ ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിസ്ത കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വാനില എസൻസ് ചേർക്കാത്തത്. ഞാൻ പിസ്ത എസൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാര നന്നായിട്ടത് പതിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് പിസ്ത എസൻസ്, ടൈഗറിൻ്റെ ലിക്വിഡ് എസൻസ് ആണ്. ഇത് കളറിന് ശരിക്കും ഇത് പോരാ കേട്ടോ. കളറ് കൂട്ടാനായിട്ട് കൂടുതലായിട്ട് എസൻസും ചേർത്തി കൊടുക്കരുത്. കാരണം കളറിന് വേണ്ടിയിട്ട് കളറ് തന്നെ പിസ്ത കളറ് തന്നെ യൂസ് ചെയ്യണം. ഞാൻ ബേക്കേഴ്സിൻ്റെ കളറാണ്, ഞാൻ 2 ഡ്രോപ്പ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം അരിച്ച് വെച്ചിരിക്കുന്നത് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അത് ഇതിൽ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുക. ഒരു 2 തവണയോ 3 തവണയൊക്കെ ആയിട്ടിട്ടിട്ട് നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ട് ഇത് ഓവർ ടൈറ്റ് ആണെന്ന് കാണുകയാണെങ്കിൽ ഇതിൽ നമ്മൾ അല്പം പാലാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഞാനൊരു 1/4 കപ്പ് ഓളം പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം 1/4 കപ്പോളം പാൽ എനിക്കിതിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതാ ഈ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് മൂടി വെക്കണം. കണ്ടില്ലേ, നല്ല സ്പഞ്ചി ആയിട്ടുള്ള നമ്മുടെ പിസ്ത കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ലേശം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേശം ഒന്ന് പൊങ്ങിപ്പോയിണ്ടായിരുന്നു. ഇതിനി 3 പാർട്ടായിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടോ വേണമെങ്കിൽ മുറിച്ചെടുക്കാം കേട്ടോ. 3ആയിട്ടോ 2ആയിട്ടോ മുറിക്കാം. പക്ഷെ ഞാനിത് 3ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടോ, ഉൾവശം കണ്ടില്ലേ, നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനത് 3 മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാനായിട്ട് പോവാണ്.
ഈ പിസ്ത കേക്കിലേക്ക് പാൽ ഉപയോഗിച്ചിട്ടാണ് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കുന്നത്. അതായത് 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ ലേശം പിസ്ത എസൻസും കൂടി ആഡ് ചെയ്യും. പിസ്ത എസൻസ് ഇപ്പോഴല്ല ആഡ് ചെയ്യുന്നത്, പഞ്ചസാര ഈ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഇതിൽ പാലിൽ മെൽറ്റ് ആയതിനു ശേഷമാണ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളച്ച് പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയാൽ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ഇത് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് പിസ്തയുടെ എസൻസും അതേപോലെ തന്നെ അതേപോലെ തന്നെ 2-3 ഡ്രോപ്പ് പിസ്ത കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രീം നന്നായിട്ട് സെറ്റ് ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ലേശം പൊടിച്ച പഞ്ചസാര കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഈ എൻ്റെ ക്രീം ഇതാ ഇങ്ങനെ സെറ്റായി. 10 മിനിറ്റ് നേരം ഞാൻ അതിന് ശേഷം ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഒരു ലെയർ കേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഇതിൽ എടുത്ത് വെച്ചതിന് ശേഷം കുറച്ചുകൂടി പഞ്ചസാര സിറപ്പ് നമ്മൾ തയ്യാറാക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പാലിൽ. ആ പാല് ഞാൻ ആറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൽ കുറച്ച് പിസ്ത എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ല ജ്യൂസി ആവണമെങ്കിൽ ഇതിൽ നന്നായിട്ട് ഈ പഞ്ചസാര പനി കുടിച്ച് നിൽക്കണം. പിന്നെ അത്യാവശ്യം നല്ല റിച്ചായിട്ട്, കാരണം മോളുടെ ബർത്ത്ഡേ കേക്കാണല്ലോ, അപ്പം അതുകൊണ്ട് ഓരോ ലെയറിലും നല്ല റിച്ചായിട്ട് ഞാൻ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഇത്ര കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട. ഞാൻ ശരിക്കും ബേക്കറി ചെയ്യും പോലെ തന്നെ നന്നായിട്ട് നല്ല ഓരോ ലെയറും നല്ല തിക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പിസ്തയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിസ്ത നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അടുത്ത ലെയർ വെക്കുക. പിന്നെ ബാക്കിയുള്ള കുറച്ചുകൂടി പഞ്ചസാര സിറപ്പ്. ഇത് ഈ പാലിൽ പിസ്ത ഒക്കെ ആഡ് ചെയ്തിട്ട് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയിട്ട് ഇതിൽ ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിസ്ത കേക്കാണല്ലോ. ഇപ്പം വേണ്ട പാലില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെറും പ്ലെയിൻ ആയിട്ടുള്ള പഞ്ചസാരയിൽ വെള്ളം ചേർത്തിട്ടും സിറപ്പ് തയ്യാറാക്കാം. പക്ഷേ ഇതിങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത്. പിന്നെ അടുത്ത ലെയറിലും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത. ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ പിസ്ത ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നല്ല ലാവിഷായിട്ട് തന്നെ പിസ്ത ഇട്ട് കൊടുത്തത്. ഞാൻ ബാക്കിയുള്ള അടുത്ത ലെയറും കൂടി ഇതേപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പാണ്. ടോപ്പിങ്ങിൽ നന്നായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു കാർഡാണ്. ഇതുപോലെ ATM കാർഡ്, പഴയ ATM കാർഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റൽ കാർഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് നല്ല ഷാർപ്പനിങ്, ഈ സൈഡൊക്കെ നല്ല ഷാർപ്പാക്കി എടുക്കാനും അതുപോലെ ടോപ്പൊക്കെ നല്ല സ്മൂത്താക്കി എടുക്കാനൊക്കെ ഈ കാർഡ് യൂസ് ചെയ്യാം. ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി സൈഡെല്ലാം സെറ്റ് ആവാനായിട്ട്. ഒരു 10 മിനിറ്റ് ഞാനത് ഫ്രീസറിൽ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എന്താ വീണ്ടും നന്നായിട്ടൊന്ന് ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് സെയിം ക്രീമിൽ ഞാൻ കുറച്ചുകൂടി കളർ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു പൈപ്പിംഗ് ബാഗിലൂടെ ചെറിയൊരു ഡെക്കറേഷൻ, മുകളിൽ കുറച്ച് പിസ്തയും. ഇതാ കണ്ടില്ലേ, എൻ്റെ പിസ്ത കേക്ക് ഇവിടെ റെഡിയായി.